ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT റിലീസ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടുപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. കന്നഡ ഇൻഡസ്ട്രി വല്ലപ്പോഴേ ഒരു ഹിറ്റ് വരൂ, പക്ഷെ ആ ഹിറ്റ് ആകുന്നത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയായിരിക്കും. അത്തരത്തിൽ കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് സോ ഫ്രം സോ. കൂടാതെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കന്നഡ ചിത്രം ഏതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ജൂലൈ മാസം തിയേറ്ററുകളിലെത്തിയ ഈ ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ OTT അവകാശങ്ങൾ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുകയും ചിത്രം ഇന്ന് സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച ഡിസ്നി വഴി ഈ ഒരു ചിത്രം മലയാളം, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ 3ഓളം ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രം എല്ലാവർക്കും കിട്ടിയ സ്ഥലത്ത് കൃത്യമായി തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അതല്ല കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ, പരിഹാരം ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഓണത്തിന് എല്ലായിടത്തും ഈ ഒരു ഒലക്കട മൂടായിരുന്നു. സത്യം പറ, നിങ്ങൾക്ക് ഈ ഒരു സോങ് ഇഷ്ടമാണോ? ഏതായാലും എനിക്ക് ഈ സോങ് ഇഷ്ടമല്ല. എന്റെ ഫേവറേറ്റ് ഇപ്പോഴും ഈ ഒരു സോങ് ആണ് കേട്ടോ. മലയാള ചുണ്ടിൽ പലരോണ പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ. ഓക്കേ ഓക്കേ ഓക്കേ. അതെ, ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം ലോകേഷിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനായി എത്തി വൻ ഹൈപ്പിൽ തിയേറ്ററുകളിലെത്തിയ തമിഴ് ചിത്രമാണ് കൂലി. എന്തുകൊണ്ടോ വൻ ഹൈപ്പിൽ കാത്തിരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ LCയുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും മറ്റ് ലോക ചിത്രങ്ങളെ അപേക്ഷിച്ച് ഇതെന്തോ അത്രക്കങ്ങ് വർക്കായില്ല. ഇനി എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നിയത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് അഭിപ്രായം സ്വന്തമാക്കിയ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം സ്വന്തമാക്കുകയും ചിത്രം മറ്റന്നാൾ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 11 വ്യാഴാഴ്ച ചിത്രം ആമസോൺ വഴി OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ചിത്രത്തിനായി. ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിനു ശേഷം അൽത്താഫിന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശനി എന്നിവർ പ്രധാന റോളിലെത്തിയ മലയാള ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. ഓണനാളുകളിൽ തിയേറ്ററുകളിലെത്തി വളരെ മികച്ച രീതിയിൽ ഇതുപോലെ പോയ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓണനാളുകളിൽ തിയേറ്ററുകളിലെത്തിയ 2 ചിത്രത്തിന്റെയും OTT അവകാശങ്ങൾ, അതായത് ലോകയുടെയും ഈ ഒരു ചിത്രത്തിന്റെയും OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ലോകയ്ക്ക് മുന്നേ തന്നെ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ സിനിമയുടെ കൃത്യമായ റിലീസ് ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ സെപ്റ്റംബർ അവസാനത്തോടെ ആയിരിക്കാം സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ ദുൽഖർ, സണ്ണി വെയിൻ എന്നീ കൂട്ടുകെട്ടിലൊരുങ്ങിയ ദുൽഖറിന്റെ ആദ്യത്തെ മലയാള ചിത്രമാണ് രണ്ടാം പ്രഹസനം, അതായത് സെക്കൻഡ് ഷോ. അയ്യേ, പറഞ്ഞത് കുറച്ച് ചളിയായി പോയല്ലേ. എന്തൊരു ചളിയാടോ, ചളിവാരിയൊക്കെ തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി. അതുപോട്ടെ. അപ്പോൾ 2012 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ സിംപ്ലി സൗത്ത് വഴി ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്തിനാണാവോ 2012 പുറത്തിറങ്ങിയ ചിത്രം ഇപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്തത്? എന്തിനോ എന്തോ. കൂടാതെ ഇന്നും ഈ അടുത്തുമായി OTT റിലീസ് ആരംഭിച്ച സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് നോക്കിയേക്കാം. ഒന്നാമത്തേത് ധ്യാൻ നായകനായി എത്തിയ തഗ് എന്ന ചിത്രം സിംപ്ലി സൗത്ത് വഴി റിലീസ് ആയിട്ടുണ്ട്. രണ്ടാമത്തേത് നജ്ജൂസ് എന്ന ഏതോ ഒരു മലയാള ചിത്രം മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് ഫ്ലാസ്ക് എന്ന ത്രില്ലർ മലയാള ചിത്രം മനോരമ മാക്സ് വഴി മലയാള ഭാഷയിൽ മാത്രം OTT റിലീസ് ആരംഭിച്ചിട്ടുണ്ട്.